പൊതുവേ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും അല്ലേ? കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കുറച്ചത് മടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചേരുവ കൂടി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഇവിടെ കമ്പത്തിൻ്റെ റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ. അരക്കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് വേണ്ട, നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ഇതെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടാനുള്ള വെള്ളം അത്ര മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇതുപോലുള്ള ഒരു സ്റ്റീമർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിന് വലിയ ഹോളായതുകൊണ്ട് ഒരു തുണിയും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവ ഉണ്ടല്ലോ, കോണിൻ്റെ റവ, അത് ഇതിലേക്ക് ഇങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് ആവി കയറണം കേട്ടോ. ആവിയിലൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ അതാ 10-15 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തൊട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് വെന്ത പോലെ ആ ഒരു പരുവത്തിൽ ആവിയേറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്ന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതങ്ങ് വേർപ്പെട്ട് വരും കേട്ടോ. എന്നിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവിന് ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ആവിയേറ്റി എടുത്തിട്ടുള്ള ഒരു റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചൊരു വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് അങ്ങ് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഉപ്പുമാവ് ഇങ്ങനെ ഡ്രൈ ആയി പോകരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റും കൂടെ ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ആവിയൊന്നും പുറത്തേക്ക് പോവാതെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ചേരുവ ചേർക്കുന്നത്. അതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവായിരിക്കും ഇത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.